കമ്മിങ് ടു CSS കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ്. കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ നമ്മുടെ വെബ് പേജിന് സ്റ്റൈലും അപ്പിയറൻസും കൊടുക്കുക. കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സിൽ ആദ്യമേ നമ്മൾ പഠിക്കേണ്ടത് സെലക്ടേഴ്സ് ആണ്. എങ്ങനെ ഒരു HTML എലമെന്റിനെ നമുക്ക് സെലക്ട് ചെയ്യാം CSS ലാംഗ്വേജിൽ. പിന്നെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HTML എലമെന്റിന് നമ്മൾ കളർ കൊടുക്കണം എന്ന് വിചാരിച്ചോ. അന്നേരം കളർ എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട് CSSൽ. സിമിലർലി ബാക്ക്ഗ്രൗണ്ട് കളർ, ഫോൺ ഫാമിലി, ഫോൺ സൈസ്, ഇങ്ങനെ ഒട്ടനവധി പ്രോപ്പർട്ടീസ് ഉണ്ട് CSSൽ. ഈ പ്രോപ്പർട്ടീസ് എല്ലാം പഠിക്കണം. പിന്നെ വാല്യൂസ്. ഈ പ്രോപ്പർട്ടീസിനൊക്കെ എങ്ങനെ വാല്യൂസ് കൊടുക്കാം? നമുക്ക് ലെങ്ത്തിന്റെ ടേമിൽ കൊടുക്കാം. ലെങ്ത്തിന്റെ ടേമിൽ നമുക്ക് 4 യൂണിറ്റ്സ് ആണ് മെയിൻലി ഉള്ളത്. പിക്സൽ, EM, റം, %. ഇതൊക്കെ യൂസ് ചെയ്ത് എങ്ങനെ പ്രോപ്പർട്ടീസിന് നമുക്ക് വാല്യൂസ് കൊടുക്കാം. സിമിലർലി കളറിന് ഹെക്സാഡെസിമൽ, RGB, RGBA, ഇങ്ങനെ 3 വാല്യൂസ് ആണ് ഉള്ളത്. ടെസ്റ്റിന് ഫോൺ നെയിംസ്. കീവേഡ് വാല്യൂസ്, ഓട്ടോ, നൺ, ഇൻഹെറിറ്റ്, ഇങ്ങനെ പല കൈൻഡ്സ് ഓഫ് വാല്യൂസ് ഉണ്ട്. പൊസിഷൻ വാല്യൂസ്, റിലേറ്റീവ്, അബ്സല്യൂട്ട്, ഫിക്സ്ഡ്, സ്റ്റാറ്റിക്, സ്റ്റിക്കി, ഇതൊക്കെ എന്താണെന്നും എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും പഠിക്കുക. പിന്നെ CSSലെ ഒരു ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ് ബോക്സ് മോഡൽ. ബോക്സ് മോഡൽ എന്താണെന്ന് നോക്കുക. ബോക്സ് മോഡലിൽ മെയിൻലി കണ്ടന്റും പാഡിങ്ങും ബോർഡറും മാർജിനാണ് വരിക. എന്താണ് പാഡിങ്, എന്താണ് മാർജിൻ, എന്താണ് ബോർഡർ, ഇതൊക്കെ നോക്കുക. പിന്നെ ടെസ്റ്റിനെ എങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്യാം. ഫോൺ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് സ്റ്റൈൽ ചെയ്യാം. ടെസ്റ്റ് കളർ, ടെസ്റ്റ് അലൈൻമെന്റ്, ഡെക്കറേഷൻ, ട്രാൻസ്ഫോം, ലെറ്റർ ആൻഡ് വേർഡ് സ്പേസിംഗ്, ടെസ്റ്റ് ഷാഡോ, ടെസ്റ്റ് ഓവർഫ്ലോ. പിന്നെ സ്പെസിഫിസിറ്റി ആൻഡ് ഇൻഹെറിറ്റൻസ് എന്താണെന്ന് നോക്കുക. CSS ലേഔട്ട്. നമ്മൾ നമ്മുടെ വെബ് ഡോക്യുമെന്റിന് എങ്ങനെ ലേഔട്ട് കൊടുക്കാം, എങ്ങനെ അറേഞ്ച്മെന്റ് ചെയ്യാം, അതിന് നമ്മളെ സഹായിക്കുന്ന 2 ലേഔട്ട്സ് ആണ് ഫ്ലെക്സ് ബോക്സും ഗ്രിഡും. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു വെബ് പേജിലെ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കഴിയും. ട്രാൻസിഷൻസ് ആൻഡ് ആനിമേഷൻസ്. എങ്ങനെ HTML എലമെന്റ്സിന് ട്രാൻസിഷനും ആനിമേഷൻസും കൊടുക്കാം. ട്രാൻസിഷനും ആനിമേഷൻ എന്ന് പറഞ്ഞ 2 പ്രോപ്പർട്ടീസ് ഉണ്ട് അത് ചെയ്യാനായിട്ട്. പിന്നെ റെസ്പോൺസീവ്നെസ്. എങ്ങനെ നമ്മുടെ വെബ് പേജിനെ റെസ്പോൺസീവ് ആക്കാം. നമ്മൾ നമ്മുടെ വെബ് പേജ് മൊബൈലിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ആ വെബ് പേജ് എങ്ങനെ ഇരിക്കണം, ഇതിനെ നമുക്ക് CSS യൂസ് ചെയ്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റും. മീഡിയ സ്ക്രീൻ പോലെയുള്ള കുറച്ച് സെലക്ടേഴ്സ് ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വെബ് പേജിനെ മോർ റെസ്പോൺസീവ് ആക്കാം. അത് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് പഠിക്കുക. പിന്നെ CSS പ്രീ പ്രോസസ്, സാസ്, ലെസ്റ്റ്, പോസ്റ്റ് CSS, ഇങ്ങനെ കുറച്ച് പ്രീ പ്രോസസ് ഉണ്ട്. ഇത് ചെയ്യുക. നമ്മുടെ CSSന് ലോജിക്ക് കൊടുക്കുകയാണ് ചെയ്യുക. മെയിൻലി നമ്മൾ വേരിയബിൾസിനെയും ഫങ്ഷൻസിനെയും ഒക്കെ പ്രീ പ്രോസറിൽ ഡിഫൈൻ ചെയ്യും. റിഡൻഡന്റ് ആയിട്ടുള്ള CSS കോഡിനെ നമ്മൾ അവോയ്ഡ് ചെയ്യും പ്രീ പ്രോസസ് യൂസ് ചെയ്യുന്നതിലൂടെ. അത് കഴിഞ്ഞാൽ CSS ഫ്രെയിംവർക്സ് പഠിക്കുക. ബൂട്ട് സ്ട്രാപ്പ്, ടെയിൽവിൻ CSS, മെറ്റീരിയൽ UI, ഇങ്ങനെ കുറെ ഫ്രെയിംവർക്സ് ഉണ്ട്. ഈ ഫ്രെയിംവർക്സ് പഠിക്കുക. പിന്നെ എങ്ങനെ നമുക്ക് CSSനെ ഒപ്റ്റിമൈസ് ചെയ്യാം, അതിലൂടെ നമ്മുടെ വെബ്സൈറ്റിനെ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, യൂസർ എക്സ്പീരിയൻസ് ബെറ്റർ ആക്കാം എന്നൊക്കെ പഠിക്കുക. ഇത്രയുമാണ് CSSൽ മെയിൻലി പഠിക്കേണ്ടത്. ഇതിൽ ഏതെങ്കിലും ഒരു പ്രീ പ്രോസറും ഏതെങ്കിലും ഒരു ഫ്രെയിംവർക്കും മിനിമം പഠിക്കുക.